له وأشهد أن لا إله إلا الله وأشهد أن محمدا رسول الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. رب اشرح لي صدري ويسر لي أمري വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനെ അറിഞ്ഞു അവൻ്റെ കൽപ്പനയ്ക്ക് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഒരു മുസ്ലിമിൻ്റെ ഇസ്ലാമികമായിട്ടുള്ള ജീവിതം ചില അടിസ്ഥാനപരമായിട്ടുള്ള തത്വങ്ങളിൽ അധിഷ്ഠിതമാണ്. അത് വിശ്വാസരംഗത്തും കർമ്മരംഗത്തും സാമൂഹികമായിട്ടുള്ള രംഗത്തും കുടുംബപരമായിട്ടുള്ള രംഗത്തുമെല്ലാം ചില അടിസ്ഥാന നിയമങ്ങളും ചില അടിസ്ഥാന ലക്ഷ്യങ്ങളുമുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് സാമൂഹികമായിട്ടുള്ള ജീവിതത്തിൽ സമൂഹവുമായിട്ട് ഇടപഴകി ജീവിക്കുന്ന ആ ഒരു ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ചും മുസ്ലിമീങ്ങൾക്കിടയിൽ പരസ്പര ബന്ധങ്ങളിൽ ഒരു സുപ്രധാനമായ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് വിശ്വാസികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റൊരു മുസ്ലിമിൻ്റെ സന്തോഷം നിലനിർത്തുവാനും ആ സന്തോഷത്തിന് കാരണമായി തീരുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനും അവർ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ ഓരോ മുസ്ലിമും സമൂഹത്തിൽ സന്തോഷവാനായിരിക്കണം. അവൻക്ക് പ്രയാസങ്ങളോ വിഷമങ്ങളോ അവൻക്ക് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത്. ഇനി ആർക്കെങ്കിലും അത്തരത്തിൽ വിഷമങ്ങൾ ഉണ്ടായാൽ അത് പരിഹരിക്കുന്നതിനും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതിനും വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ആ വിഷയത്തിലെ ഒരു അടിസ്ഥാന നിയമമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബു ലിഅഖീഹി മാ യുഹിബ്ബു ലിനഫ്സി. നിങ്ങളിൽ ഒരാൾ തനിക്കെന്താണോ ഇഷ്ടപ്പെടുന്നത് അത് അതേപോലെ തൻ്റെ സഹോദരന് ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കാത്ത കാലത്തോളം നിങ്ങളുടെ ഈമാൻ പൂർണ്ണമല്ല എന്നുള്ളത്. നാം നമ്മുടെ ജീവിതത്തിൽ സന്തോഷമാണ് ആഗ്രഹിക്കുന്നത്. ഒരിക്കലും ഒരു സങ്കടമോ പ്രയാസമോ വിഷമമോ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അതേപോലെ എൻ്റെ മുസ്ലിമായ ഒരു സുഹൃത്തിന് ഒരു പ്രശ്നമുണ്ടാകരുത്, ഒരു പ്രയാസമുണ്ടാകരുത്, അവൻ എപ്പോഴും സന്തോഷവാനായിരിക്കണം എന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ ഈമാൻ പൂർണ്ണമാകുന്നത് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല ഒരു മുസ്ലിമിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്നുള്ളത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യലാണ്. മറ്റൊരാളെ സന്തോഷവാനായി നിലനിൽക്കുക എന്നുള്ളത് ഒരു മഹനീയമായ ഇബാദത്തായിട്ടാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു സ്വഹാബി വന്ന് ചോദിക്കുന്നുണ്ട്, അയ്യുൽ അമാലി അഹബ്ബു ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമല് എനിക്കൊന്ന് പറഞ്ഞു തന്നാൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് നൽകിയിട്ടുള്ള മറുപടി, അഹബ്ബുൽ അമാലി ഇലല്ലാഹി സുറൂറുൻ തുദ്ഖിലു അലാ മുസ്ലിമിൻ. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഒന്ന് സുറൂറുൻ തുദ്ഖിലു അലാ മുസ്ലിം, ഒരു മുസ്ലിമിനെ സന്തോഷിപ്പിക്കുക എന്നുള്ളത്. അത് വാക്കാലായാലും പ്രവർത്തനങ്ങളായാലും അതിൽ ആ ഒരു സംഗതിയിൽ ആ ഒരു പ്രവർത്തനത്തിൽ നമ്മൾ ഇടപെടുക എന്നുള്ളത്. അപ്പോൾ മറ്റൊരു മുസ്ലിമിനെ സന്തോഷിപ്പിക്കുക എന്നത് അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്.
പക്ഷെ ആ സന്തോഷം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്? അത് നമ്മുടെ വാക്കുകളിലൂടെയാകണം, നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ അത്തരത്തിൽ സന്തോഷിപ്പിക്കുന്ന ഒരു വർത്തമാനം നമ്മളിൽ നിന്നുണ്ടാകണം. ഒരാൾ ഒരു പരീക്ഷണത്തിൽ അകപ്പെടുമ്പോൾ അയാൾക്ക് സന്തോഷിക്കാൻ കഴിയില്ല. ഒരാൾക്ക് വിശപ്പ് അനുഭവപ്പെടുമ്പോൾ അയാൾ എങ്ങനെ സന്തോഷിക്കാനാണ്? ഒരാൾ കടം ബാധ്യത കൊണ്ട് വീർപ്പ് മുട്ടുമ്പോൾ അയാൾ എങ്ങനെ സന്തോഷിക്കാൻ കഴിയും? അതുകൊണ്ട് തന്നെ ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഔ തതുർദു അൻഹു ജൂഅ ഔ തഖ്ലി അൻഹു ദൈന ഔ തക്ഷിഫു അൻഹു ഖുർബ. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലുകളാണിത്. എന്തൊക്കെയാണിത്? ഒരാളുടെ പ്രതിസന്ധിയെ ഇല്ലാതെയാക്കിക്കൊള്ളു. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാകുള്ള ഒരാൾക്ക്, അത് കച്ചവടത്തിലുണ്ടാകും, കുടുംബ ജീവിതത്തിലുണ്ടാവും, സാമൂഹിക ജീവിതം, ഇങ്ങനെ എല്ലായിടത്തും തൻ്റെ സഹോദരൻ പ്രതിസന്ധിയിലാണെന്നറിഞ്ഞാൽ അത് നീക്കാൻ വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുക എന്നുള്ളത്. അല്ലെങ്കിൽ ഔ തഖ്ലി അൻഹു ദൈന, കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. ജീവിതത്തിൽ വ്യത്യസ്ത ഘട്ടങ്ങളിൽ കടം വാങ്ങേണ്ടി വന്ന ഒരു സാഹചര്യമുള്ള ആളുകളുണ്ട്. കടം തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത ആളുകളുണ്ട്. അതുകൊണ്ട് പ്രയാസപ്പെടുന്നങ്ങളെ നിങ്ങൾ അത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്തിയാൽ അയാൾക്ക് ആ കടം വീട്ടാത്ത കാലത്തോളം അയാൾക്ക് സന്തോഷിക്കാൻ കഴിയില്ല. ആ കടം വീട്ടിയാലാണ് അയാൾക്ക് സന്തോഷിക്കാൻ കഴിയുകയുള്ളൂ. എങ്കിൽ ആ വ്യക്തിയെ സന്തോഷിപ്പിക്കേണ്ടത് എങ്ങനെയാണ്? ആ വ്യക്തിയുടെ കടം വീട്ടിക്കൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെ സന്തോഷിപ്പിക്കേണ്ടത്. അദ്ദേഹത്തെ അത്തരത്തിലാണ് സഹായിക്കുന്നത്. അതേപോലെ തന്നെ പട്ടിണി കിടക്കുക, വിശന്നിരിക്കുക, വിശപ്പ് സഹിക്കുക, ദാരിദ്ര്യം, ഇതൊക്കെ പ്രയാസമുള്ള കാര്യമാണ്. ദാരിദ്ര്യം അനുഭവിച്ചു കൊണ്ടിരിക്കെ സന്തോഷിക്കാൻ കഴിയില്ല. സ്വന്തം ഭാര്യയും മക്കളും വിശപ്പ് പട്ടിണി സഹിച്ചു കൊണ്ടിരിക്കെ പട്ടിണി കിടക്കുന്ന സമയത്ത് ഒരു പിതാവിന് ഒരിക്കലും സന്തോഷിക്കാൻ കഴിയില്ല. അപ്പൊ അവരുടെ വിശപ്പ് മാറ്റാനുള്ള കാര്യങ്ങളിൽ നമ്മൾ ഇടപെടണമെന്നും ഒരാളുടെ വിശപ്പ് മാറ്റണം. ഇതൊക്കെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ സ്വഹാബി വീണ്ടും ചോദിച്ച്, അയ്യുന്നാസി അഹബ്ബു ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം ആരെയാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി, അൻഫഅഹും ലിന്നാസ്, മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ ആരാണോ ഉപകാരം ചെയ്തു കൊടുക്കുന്നത്, ആ ഉപകാരം ചെയ്തു കൊടുക്കുന്നതിൽ ആരാണോ വർധനവ് കാണിക്കുന്നത് അവരെ അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ സാധിക്കുന്നത്ര മാക്സിമം മറ്റുള്ള ആളുകൾക്ക് ഉപകാരം ചെയ്തു കൊടുക്കുക. പൂർവികരായ മഹാപണ്ഡിതന്മാരോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലുകൾ ഏതാണ്? അപ്പോൾ അവർ പറഞ്ഞു, സത്യവിശ്വാസികളെ സന്തോഷിപ്പിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മാത്രമല്ല അവർ പറയുകയും ചെയ്തു, ഒരാളുടെ പ്രയാസം നീക്കുക എന്നുള്ളത് ഞങ്ങൾ നേർച്ചയാക്കാറുണ്ടെന്ന്. കാരണം മറ്റു നിർബന്ധ കർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്തു പോലും, പക്ഷെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാത്തത് മറ്റൊരാളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതിന് നമ്മൾ പലപ്പോഴും അതിനൊരു വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാറില്ല. പക്ഷെ അത് ഐച്ഛികമാണെങ്കിലും ഞങ്ങളത് നേർച്ചയാക്കി ഞങ്ങളുടെ മേലെ അത് നിർബന്ധമാക്കുമായിരുന്നു എന്ന് പണ്ഡിതന്മാർ പറയുകയാണ്. അതുകൊണ്ട് തന്നെ പ്രയാസപ്പെടുന്നവൻ്റെ പ്രയാസം നീക്കുക എന്നത് ഒരു നേർച്ചയായി ഞങ്ങൾ കണ്ടിരുന്നു എന്ന് പണ്ഡിതന്മാർ നമ്മെ ഉണർത്തുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയത്തിൽ ഒരു തത്വം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മനിസ്തതഅ മിൻകും അൻ യൻഫഅ അഖാഹു ഫൽയഫഅൽ, നിങ്ങളിൽ ഏതെങ്കിലും ഒരാൾക്ക് തൻ്റെ സഹോദരന് വല്ല ഉപകാരം ചെയ്തു കൊടുക്കാൻ സാധിക്കുമെങ്കിൽ ഫൽയഫഅൽ, അത് ചെയ്തു കൊടുക്കണമെന്നാണ്. അത് ഏത് വിഷയത്തിൽ, അത് അറിവ് കൊണ്ടാണെങ്കിൽ അങ്ങനെ, ഇനി സമ്പത്ത് കൊണ്ടാണെങ്കിൽ അതങ്ങനെ, ഇനി ശക്തി കൊണ്ടാണെങ്കിൽ അതങ്ങനെ, ഉപദേശം കൊണ്ടാണെങ്കിൽ അതങ്ങനെ. അങ്ങനെ മറ്റുള്ളവർക്ക് ആശ്വാസം നൽകുക, അവർക്ക് ഉപകാരം നൽകുക. മാത്രമല്ല ഒരാളോട് നന്നായി പെരുമാറലും നല്ല വാക്ക് പറയലും അയാളോട് പുഞ്ചിരിക്കലും നല്ല വാക്കുകൾ കൊണ്ട് അയാളെ സ്വീകരിക്കലും അയാൾക്ക് പോസിറ്റീവായ എനർജി ഉണ്ടാക്കുക എന്നുള്ളതാണ്. നല്ല വാക്ക് പറയുക എന്നുള്ളത് ഒരാൾക്ക് പോസിറ്റീവായിട്ടുള്ള എനർജി ഉണ്ടാക്കും. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, വഖൂലു ലിന്നാസി ഹുസ്ന, ജനങ്ങളോട് മനുഷ്യരോട് നല്ല വാക്ക് പറയുക. ഒരാളെ നിരാശപ്പെടുത്തുന്ന തളർത്തിക്കളയുന്ന വാക്കുകൾ പറയാൻ പാടില്ല എന്നുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ശകുനത്തിൽ നോക്കാൻ പാടില്ലാത്തതാണ്, അത് ശിർക്കാണ്, അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്. പക്ഷേ പ്രവാചകൻ അതിന് ശേഷം പറഞ്ഞു, വലാകിൻ യുഅജിബുനി അൽ ഫഅൽ, അത് എനിക്ക് ഇഷ്ടമാണ്. സ്വഹാബത്ത് ചോദിച്ചു, ഒമൽ ഫഅലു യാ റസൂലുള്ളാഹ്, റസൂലേ എന്താണ് ഫഅൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ കലിമത്തു ത്വയ്യിബ, നല്ല വാക്ക് പറയലാണ്, പോസിറ്റീവായ വാക്ക് പറയലാണ്. ഒരാൾ സന്തോഷത്തോടു കൂടി തൻ്റെതായ സംരംഭത്തെക്കുറിച്ച് പറയും, അല്ലെങ്കിൽ ഒരാൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയ നിഅമത്തുകളെ കുറിച്ച് പറയും, അല്ലെങ്കിൽ അയാൾക്ക് ഒരുപാട് പണം മുടക്കി കഷ്ടപ്പെട്ട് ഒരു കച്ചവടം തുടങ്ങുകയാണ്.
ആ കച്ചവടത്തിൻ്റെ പിന്നിൽ അദ്ദേഹം ഒരുപാട് ഓടിക്കതച്ചിട്ടുണ്ടാവും, ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട്. അത് ഒരു സുഹൃത്തിനോട് പറയുമ്പോഴേക്കും അത് വിജയിക്കില്ല, അത് നിന്നെ കൊണ്ട് കഴിയില്ല, അത് പരാജയപ്പെടും, അവിടെ വിജയിക്കില്ല. ആ മനുഷ്യൻ ഒരുപാട് അധ്വാനിച്ചായിരിക്കണം ആ ഒരു കച്ചവടം തുടങ്ങിയത്. നല്ല വാക്കുകൾ പറയണം എന്നുള്ളതാണ്. മറിച്ച് തുടക്കത്തിൽ തന്നെ നിരാശപ്പെടുത്തുന്ന വാക്കുകൾ, അത് കച്ചവടത്തിൻ്റെ വിഷയത്തിൽ മാത്രമല്ല, അത് വിവാഹാലോചനയുടെ വിഷയത്തിലാകട്ടെ, മറ്റേതൊരു വിഷയമാകട്ടെ, സന്തോഷത്തോടു കൂടി ഒരു വിശ്വാസി ഒരു കാര്യം അവതരിപ്പിക്കുമ്പോൾ അതിന് നല്ല നിലക്ക് ഉൾക്കൊണ്ടുകൊണ്ട് പോസിറ്റീവായ വാക്ക് പറഞ്ഞുകൊണ്ട്, ഇനി അതിൽ വല്ല അപകടം ഉണ്ടെങ്കിൽ സാഹചര്യം സന്ദർഭമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അയാളെ വേദനിപ്പിക്കാത്ത രൂപത്തിൽ അത് ഉപദേശിച്ചു കൊണ്ടായിരിക്കണം ആ വിഷയത്തെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ജനങ്ങളോട് നല്ല വാക്ക് പറയണം, പോസിറ്റീവായ വാക്ക് പറയണം, അവർക്ക് ഉത്സാഹം ഉണ്ടാക്കുന്ന വാക്ക് പറയും. ഇപ്രകാരം മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചുകൊണ്ടും ആഹ്ലാദിപ്പിച്ചുകൊണ്ടും അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ടും സമൂഹം എപ്പോഴും ആഹ്ലാദമായി നിൽക്കുക എന്നത് ഒരു ഇബാദത്തായി കണ്ടുകൊണ്ട് നമ്മൾ പെരുമാറുക, പ്രവർത്തിക്കുക. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ലഹുൽ ഗഫൂർ. ഇന്നൽ ഹംദുലില്ലാഹ് ഹംദൻ കതീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിനെ അറിഞ്ഞു അവൻ്റെ കൽപ്പനയ്ക്ക് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സത്യവിശ്വാസികൾക്ക് സന്തോഷം നൽകണം. അതേപോലെ പ്രധാനപ്പെട്ടതാണ് തമാശയിൽ പോലും ഒരാളെ പേടിപ്പെടുത്തരുത്, ഭയപ്പെടുത്തരുത്, പരിഭ്രമം ഉണ്ടാക്കരുത്, വിഷമിപ്പിക്കരുത്. ഒരിക്കലും ഒരു യാത്രയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളും യാത്ര പോയിക്കൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് വിശ്രമത്തിൻ്റെ ഒരു സമയത്ത് ഒരു സ്വഹാബി കിടന്നുറങ്ങി. അദ്ദേഹം വിറകിനും മറ്റു ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു കയറ് സൂക്ഷിക്കാറുണ്ട്. അപ്പോൾ ആ കയറ് തൻ്റെ തൊട്ടടുത്ത് വെച്ചപ്പോൾ മറ്റുള്ള സ്വഹാബിമാർ ഒരു തമാശക്കെന്നോണം അദ്ദേഹത്തിൻ്റെ കാല് കെട്ടിയിട്ട്, അല്ലെങ്കിൽ മറ്റൊരു റിവായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ആ കയറ് ഒളിപ്പിച്ചു വെച്ചു. അദ്ദേഹം ഉണർന്നെണീറ്റപ്പോൾ കയറ് കാണുന്നില്ല, അല്ലെങ്കിൽ തൻ്റെ കാല് കയറ് കെട്ടിയിട്ടതായി കാണുന്നു. അദ്ദേഹം ആകെ പരിഭ്രമിച്ചു, ബേജാറായി, പ്രയാസപ്പെട്ടു. ഈ ഒരു സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂല് അവരോടായി പറഞ്ഞു, ലാ യഹില്ലു ലി മുസ്ലിമിൻ അൻ യുറബ്യഉൽ മുസ്ലിമ. ഒരു മുസ്ലിമിന് അനുവദനീയമല്ല, അല്ലെങ്കിൽ ഹറാമാണ്. എന്താണ് ഹറാമ്? തൻ്റെ മുസ്ലിമായ ഒരു സഹോദരന് ഒരു പരിഭ്രമം ഉണ്ടാക്കണം, അവനെ ഒന്ന് ബേജാറാക്കണം. അത് തമാശക്കായാലും, അത് തമാശക്കാണ് അവർ ചെയ്തത്, തമാശയിൽ പോലും പാടില്ല എന്നുള്ളത്. ഇപ്പോൾ പിന്നെ കാര്യത്തിൽ ഒരു കാര്യത്തിൽ മറ്റൊരാളെ വഞ്ചിക്കുക, ചതിക്കുക എന്നുള്ളത് വലിയ പ്രയാസമുണ്ടാക്കുന്നതാണ്, അയാളെ ഭയപ്പെടുത്തുന്ന, അതൊക്കെ എത്ര ഗൗരവമുള്ളതാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. തമാശയിൽ പോലും പാടില്ല എന്നുള്ളത്. ഇങ്ങനെയാണെങ്കിലും ഈ ഇത്തരത്തിലുള്ള സ്വഭാവ ഗുണഗണങ്ങൾ ഉണ്ടാകുമ്പോഴാണ് വിശ്വാസികൾക്കിടയിൽ സമാധാനവും സാഹോദര്യവും നിലനിൽക്കുകയുള്ളൂ. മാത്രമല്ല അള്ളാഹു മറ്റുള്ളവർക്ക് സന്തോഷം നൽകി. അവരുടെ പ്രയാസം നീക്കുക എന്നതിന് വമ്പിച്ച ഓഫറുകളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്നത്. അതിൽ ഓരോന്നും പ്രധാനപ്പെട്ടതാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ നഫസ അൻ മുഅ്മിനിൻ ഖുറബത്തിൻ മിൻ ഖുറബിദ് ദുനിയ നഫസല്ലാഹു അൻ ഖുറബതൻ മിൻ ഖുറബിൽ യൗമിൽ ഖിയാമ. ഒരു മുസ്ലിമായ ഒരു മനുഷ്യന്റെ പ്രയാസം, ഒരു പ്രശ്നം, ഒരു പ്രതിസന്ധി ആരെങ്കിലും നീക്കിക്കൊടുത്താൽ ഖിയാമത്ത് നാളിൽ അയാൾ അനുഭവിക്കേണ്ടുന്ന ഒരു പരീക്ഷണത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കിക്കൊടുക്കുന്നതാണ്. മൻ യസ്സറ അലാ മഅസിരി യസ്സറഹു അല്ലാഹു അലൈഹി മിൻ ഫിദ് ദുനിയ വൽ ആഖിറ. കടംബാധ്യതയുള്ള ഒരാൾ അദ്ദേഹത്തിന് സമയം നീട്ടിക്കൊടുത്താൽ, അല്ലെങ്കിൽ അവൻ്റെ പ്രശ്നം എളുപ്പമാക്കി കൊടുത്താൽ, നാളെ പരലോകത്തും നമുക്ക് ഉള്ള ഒരു പരീക്ഷണത്തെ അള്ളാഹു നീക്കിക്കൊടുക്കുന്നതാണ്. ഈ ലോകത്തും പരലോകത്തും പടച്ചവൻ എളുപ്പം നൽകുന്നതാണ്. പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വളരെ ശ്രദ്ധേയമാണ്. അല്ലാഹു ഫി ഔനി അൽ അബ്ദി മാ കാന അൽ അബ്ദു ഫി ഔനി അഖിഹി. നിങ്ങളിൽ ഒരാൾ തൻ്റെ സഹോദരനെ സഹായിക്കുന്ന കാലത്തോളം അള്ളാഹു നിങ്ങളെ സഹായിച്ചു കൊണ്ടേയിരിക്കും എന്നുള്ളത് പലരും അറിയാതെ പോയൊരു വിഷയമാണ്. ചില ആളുകൾ പറയും, ഞാൻ തന്നെ ആകെ വിഷമത്തിലാണ്, ഞാൻ തന്നെ ആകെ പ്രയാസത്തിലാണ്, എനിക്കെന്നെ ഒരുപാട് കടമുണ്ട്, പിന്നെ ഞാൻ അങ്ങനെ അവൻ്റെ കാര്യം നോക്കും. നമ്മുടെ വിഷയം, നമ്മുടെ വിഷമം, നമ്മുടെ പ്രതിസന്ധി, നമ്മുടെ പ്രയാസം മാറാനുള്ള ഒരു മറുമരുന്നാണ് മറ്റൊരാളുടെ കാര്യം ശ്രദ്ധിക്കുക എന്നുള്ളത്. വല്ലാഹു ഫി ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫി ഔനി അഖീഹി. നിങ്ങളുടെ സഹോദരനെ നിങ്ങൾ സഹായിക്കുമ്പോൾ
നിങ്ങളെ സഹായിക്കാൻ വരുന്നത് പടച്ച റബ്ബായ അള്ളാഹുവാണ്. നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം മറ്റൊരാളുടെ പ്രശ്നം പരിഹരിക്കണം, റബ്ബിൽ നിന്നുള്ള പ്രതിഫലം ആഗ്രഹിച്ചു കൊണ്ടായിരിക്കണം എന്നുള്ളൂ. അതുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെടുകയും ആരെയും ഭയപ്പെടുത്താതിരിക്കുകയും എല്ലാവർക്കും സന്തോഷം നൽകുകയും ചെയ്യുക. തബസ്സുമുക ഫി വജ്ഹി അഖീഹ സദഖ. തൻ്റെ സഹോദരൻ്റെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിക്കുന്നത് പോലും സ്വതക്കയാണ് എന്നാണ് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നല്ല മുസ്ലിമായിട്ട് നമ്മൾ ജീവിക്കുക. അത്തരത്തിലുള്ള ആളുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രദേശങ്ങളിലും പരിസരത്തും അത്തരത്തിൽ അനുഭവിക്കുന്ന ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ഒരുപാട് പ്രതിസന്ധികൾ അനുഭവിക്കുന്ന, രോഗത്താലായാലും മറ്റുള്ള പ്രയാസങ്ങൾക്കൊക്കെ അനുഭവിക്കുന്ന ആളുകൾക്ക് അവർക്ക് അത്തരത്തിലുള്ള പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടുവാൻ പടച്ച റബ്ബ് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ മരണപ്പെടുമ്പോൾ അവസാന കലിമത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്ത് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടാൻ എനിക്കും നിങ്ങൾക്കും പടച്ച റബ്ബ് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാനം വരെ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിൽ അടിയുറച്ച് നിൽക്കുവാനും അതനുസരിച്ച് ജീവിതം മുന്നോട്ട് നയിക്കുവാൻ പടച്ച റബ്ബ് എനിക്കും നിങ്ങൾക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാനം വരെ ആരോഗ്യത്തോടു കൂടി ആഫിയത്തോടു കൂടി നല്ല ശക്തവാനായിക്കൊണ്ട് കർമ്മങ്ങൾ ചെയ്ത് ആ നിലക്ക് തന്നെ മുന്നോട്ട് പോകുവാൻ എനിക്കും നിങ്ങൾക്കും പടച്ച റബ്ബ് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ إنك مجيب الدعوات يا قاضي الحاجات ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين.